ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിൽ പെറ്റ്സൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് ഒരു ഹെൽപ്പ് ആകുമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത വീഡിയോ ആണ്. എൻ്റെ വീട്ടിലത്തെ കാറ്റിന് ഞാൻ കൊടുക്കുന്ന ഫുഡ് എങ്ങനെയെന്ന് കാണിക്കുന്ന വീഡിയോ ആണിത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം കാറ്റിന് കൊടുക്കുന്ന ഫുഡ് എങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കാം. ഡ്രൈ ഫുഡിനേക്കാളും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വെറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വേറെ ലെവലിൽ പൂച്ചയായിട്ട് മാറും. അപ്പോൾ നമ്മളെ വീട്ടിൽ ഞാനിങ്ങനെ ബാക്കി വരുന്ന ഐറ്റംസൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഫുഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ഈസിയാണ്, എന്നാൽ അത്ര തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. നല്ല മാറ്റമുണ്ട് പൂച്ചയൊക്കെ കാണാൻ. പിന്നെ നല്ല ഹെൽത്തിയും നല്ല തടിയൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നു, നല്ല ക്യൂട്ടായിട്ട് വരുന്നുണ്ട് ഈ ഫുഡ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ചിക്കൻ്റെ പാർട്സ് ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. കരൾ, മാങ്ങ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഇത് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പം ഉപയോഗിക്കാതെ കളയുന്ന ഐറ്റംസൊക്കെ ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ വെറുതെ കാറ്റിന് എന്തൊക്കെ ഫുഡ് കൊടുക്കാമെന്നൊക്കെ ഒരിക്കൽ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല ഇഷ്ടത്തോടെ പൂച്ച ഇത് കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വിചാരിച്ച് ഇത് എൻ്റെ ചാനലിലും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഉരുളക്കിഴങ്ങ് പീൽ ഓഫ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പ് ഞാൻ എൻ്റെ കാറ്റിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കാറില്ല. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യൽ. അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് ഇതിനെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 3 വിസിലൊക്കെ വന്നതിന് ശേഷം ഇതിനെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടത്തോടെയാണ് ഇത് എൻ്റെ പൂച്ച കഴിക്കുന്നില്ലത്. അപ്പം വീട്ടിൽ പൂച്ചയുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.